ഇന്റർ മയാമിയും ലയണൽ മെസ്സിയും മറ്റ് MLS ക്ലബ്ബുകൾക്ക് തലവേദനയായി മാറിയിരിക്കുകയാണ്. രണ്ട് മുൻ അമേരിക്കൻ താരങ്ങളാണ് ഇപ്പോൾ ഇത് പറഞ്ഞിട്ടുള്ളത്. എന്തുകൊണ്ടാണ് അവർ അങ്ങനെ പറഞ്ഞിട്ടുള്ളത്? നമുക്ക് വിശദമായിട്ട് നോക്കാം. ലാൻഡിൻ ഡോണോവൻ, ടിം ഹോവർട്ട്, ഇവർ മുൻ അമേരിക്കൻ ഫുട്ബോൾ പ്ലെയേഴ്സാണ്. ഇവർ രണ്ടുപേരുമാണ് പറഞ്ഞിട്ടുള്ളത് MLS മറ്റ് ടീമുകൾക്ക് ഇന്റർ മയാമി നിലവിൽ ചെയ്യുന്ന കാര്യങ്ങളൊന്നും അത്ര പിടിക്കുന്നില്ല എന്ന്. കാരണം എന്താണ്? MLS ലയണൽ മെസ്സി വന്നതിന് ശേഷം മെസ്സിയുടെ ഒരു എഫർട്ട് ഇന്റർ മയാമിക്ക് ലഭിച്ചിട്ടുണ്ട്. ആ എഫർട്ട് നിലവിലെ ട്രാൻസ്ഫർ വിൻഡോയിലും നമുക്ക് കാണാൻ കഴിയുന്നതാണ്. 5 താരങ്ങളെ ഇതിനോടകം ഇന്റർ മയാമി സൈൻ ചെയ്ത് കഴിഞ്ഞു. ഈ 5 താരങ്ങളെ കുറിച്ച് നമ്മൾ വളരെ വിശദമായിട്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഈ ചാനലിലെ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഇന്റർ മയാമിയുടെ ആ ഒരു സൈനിങ് സ്ട്രാറ്റജി ആദ്യമേ തന്നെ ഫ്രീ ഏജന്റ് ആയിട്ടുള്ള താരങ്ങളെ ടീമിലേക്ക് എത്തിക്കുക, അതുപോലെ തന്നെ ലോണിൽ താരങ്ങളെ ടീമിലേക്ക് എത്തിക്കുക. ഈ ഒരു സ്ട്രാറ്റജിയാണ് അവർ യൂസ് ചെയ്യുന്നത്. അറിയാലോ, മറ്റ് ലീഗുകൾ പോലെയല്ല MLS. മറ്റ് ലീഗ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ യൂറോപ്പിലെ ലീഗുകളാകട്ടെ, സൗദിയിലെ ലീഗാകട്ടെ, ഈ ലീഗുകൾ പോലെ കുറെ പൈസ അങ്ങ് ഇറക്കി താരങ്ങളെ വാങ്ങാനൊന്നും MLS കഴിയത്തില്ല. MLS എല്ലാ ടീമുകൾക്കും ഒരേപോലെ ആയിരിക്കും പൈസ ഇറക്കി താരങ്ങളെ എടുക്കാൻ കഴിയുന്നത്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഇന്റർ മയാമിക്ക് മാത്രം എങ്ങനെയാണ് ഇത്രയും ക്വാളിറ്റി ഉള്ള താരങ്ങളെ ടീമിലേക്ക് എത്തിക്കാൻ കഴിയുന്നത്? അതിനുള്ള പ്രധാന കാരണം ലയണൽ മെസ്സിയാണെന്നാണ് ഈ 2 US ലെജൻഡ്സ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്. കൃത്യമായിട്ടാണ് അവർ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മെസ്സിക്കൊപ്പം കളിക്കാൻ ആഗ്രഹിക്കുന്ന താരങ്ങളായിട്ട് അവര് നേരെ ഇങ്ങോട്ട് വരികയാണ് ഇന്റർ മയാമിലേക്ക് മെസ്സിക്കൊപ്പം കളിക്കാൻ വേണ്ടി. അവരെ സംബന്ധിച്ച് അവർക്ക് യൂറോപ്പിൽ നിന്നും മറ്റ് ലീഗുകളിൽ നിന്നും ഉയർന്ന സാലറിയിൽ ഓപ്ഷൻസ് ഉണ്ട്, ഉയർന്ന സാലറിയിൽ ഓഫേഴ്സ് വരുന്നുണ്ട്. എന്നാൽ ആ ഓഫർ ഒന്നും വേണ്ട, ഞങ്ങൾക്ക് കുറഞ്ഞ സാലറി ആണെങ്കിലും കുഴപ്പമില്ല, ഞങ്ങൾ ഇന്റർ മയാമിയിൽ കളിക്കാൻ പോകുക, അതായത് മെസ്സിക്കൊപ്പം കളിക്കുക. ഇത് തന്നെയാണ് അവരുടെ ലക്ഷ്യം. അവര് മെസ്സിക്കൊപ്പം കളിക്കാൻ വേണ്ടി അവർക്ക് കിട്ടുന്ന ഒരു വലിയ ഓപ്പർച്യൂണിറ്റീസ് വരെ വേണ്ടെന്ന് വെച്ചിട്ട് ഇന്റർ മയാമിയിൽ ജോയിൻ ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു 5 സൈനിങ്ങൾ അവർ നടത്തിയിട്ടുണ്ട് എന്നത്. MLS കഴിഞ്ഞ സീസണിലെ ബെസ്റ്റ് കീപ്പറിനുള്ള അവാർഡ് ലഭിച്ച കീപ്പർ, ഒരു ലെഫ്റ്റ് ബാക്ക്, റൈറ്റ് ബാക്ക്, അതും റൈറ്റ് ബാക്ക് എന്ന് പറയുന്ന താരം, ലെഫ്റ്റ് ബാക്ക് എന്ന് പറയുന്ന താരം വരുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം ഇതിനു മുമ്പ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അതുപോലെ തന്നെ റയൽ മാഡ്രിഡിലൊക്കെ കളിച്ചിട്ടുള്ള താരമാണ്. റൈറ്റ് ബാക്ക് ഒരു അർജന്റീനിയൻ താരമാണ്. അതുപോലെ തന്നെ ഒരു ഡിഫെൻസീവ് മിഡ് ഇപ്പൊ കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഒരു ഡിഫെൻസീവ് മിഡ് താരം ബുസ്കിറ്റ്സിനെ പകരക്കാരനായിട്ട് കൊണ്ടുവന്നിട്ടുള്ള താരമാണ്. ആ ഒരു പ്ലെയറിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് യൂറോപ്പിൽ നിന്നൊക്കെ ഓഫർ ഉണ്ട്. അങ്ങനെ ഒരു പ്ലെയറിനെയാണ് ടീമിലേക്ക് എത്തിച്ചിട്ടുള്ളത്. അതും ഒരു അർജന്റീനിയൻ താരമാണ്. അതുപോലെ തന്നെ ബ്രസീലിയൻ സെന്റർ ബാക്കിനെ കൊണ്ടുവന്നിരിക്കുന്നു. അതും പാൽമിറാസിൽ നിന്ന് ചെൽസിക്കെതിരെ കളിച്ചിട്ടുള്ള താരമാണ്. അപ്പോൾ അത്രയും ക്വാളിറ്റിയുള്ള താരങ്ങളെ ചെറിയ പ്രൈസിൽ ടീമിലേക്ക് എത്തിക്കാൻ ഇന്റർ മയാമിക്ക് കഴിയുന്നു. അതിനുള്ള പ്രധാന കാരണമായിട്ട് ഇവർ പറയുന്ന 3 കാര്യങ്ങളിൽ ഒന്ന് ലയണൽ മെസ്സിയുടെ ഇമ്പാക്റ്റ് തന്നെയാണ്. രണ്ടാമത്തേത് മയാമി എന്ന ആ ഒരു സിറ്റിയാണ്. മയാമി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. വളരെ ചില്ല് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. നമ്മുടെ ഈ ഗോവയൊക്കെ ഇല്ലേ, അതുപോലത്തെ ഒരു സ്ഥലമാണ്. അപ്പോൾ അതിലും മുകളിൽ വരും, അത് വേറെ കാര്യം. അപ്പോൾ അതുപോലത്തെ ഒരു സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ താരങ്ങൾ അത് ആകർഷിക്കപ്പെടുന്നു. അതുമാത്രമല്ല, ടീമിന്റെ പ്ലാന്, ടീമിന്റെ പദ്ധതികൾ, ടീം ട്രോഫീസ് നേടുന്നു, വിജയങ്ങൾ നേടുന്നു. അപ്പോൾ ഇതൊക്കെ തന്നെ ടീമിലേക്ക് താരങ്ങളെ ആകർഷിക്കുകയാണ്. മറ്റ് MLS ടീമുകളെ സംബന്ധിച്ച് അവർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അതായത് താരങ്ങളെ ടീമിൽ എത്തിക്കാൻ വേണ്ടി അവർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. എന്നാൽ ഇന്റർ മയാമിക്ക് അങ്ങനത്തെ സ്ട്രഗിളിംഗ് ഒന്നുമില്ല. വളരെ ക്ലിയർ ആയിട്ട് അവർക്ക് താരങ്ങളെ എത്തിക്കാൻ കഴിയുന്നു. ഇത് മറ്റ് ടീമുകളെ അസ്വസ്ഥരാക്കിയിട്ടുണ്ട് എന്നാണ് ഈ ഒരു 2 US ലെജൻഡ്സ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും ആരായാലും ഒന്ന് അസ്വസ്ഥപ്പെടും, അല്ലെ? നോർമലാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ എന്ത് തന്നെയാണെങ്കിലും കമന്റ് ബിലോ. മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ വിത്ത് ഫൂട്ടേൽ.